നമസ്കാരം ചങ്ങായിമാരെ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു പഴയ സുഹൃത്തിൻ്റെ, നമ്മുടെ പഴയ ചങ്ങായിൻ്റെ എന്ന് പറയാം, പഴയ ചങ്ങായിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ്. ഈ ഒരു ചങ്ങായി നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ, നമ്മൾ സ്കൂൾ കാലഘട്ടം ഒരു 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ടേ ഒരുമിച്ച് ഇരുന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് കാണുന്നു. സ്കൂളിൽ നമ്മൾ നാടകമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടെ ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ ഒരു ചങ്ങായിൻ്റെ വീടാണ്. ഈ ഒരു ചങ്ങായി ഇന്ന് നമ്മുടെ അഭിമാനമാണ്. അഭിമാനം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതും ഏറ്റവും കൂടുതൽ വീഡിയോകൾ ക്ലിക്കാവുന്നതും ഏറ്റവും നല്ല നല്ല വീഡിയോകൾ ചെയ്ത് നിങ്ങളെല്ലാം മനസ്സിൽ പതിഞ്ഞ കുറച്ച് കഥാപാത്രങ്ങൾ ഈ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ സ്വന്തം, ബാക്കി നേരിട്ടാണ്, ഞാൻ പേരിപ്പോൾ പറയുന്നില്ല, സർപ്രൈസ് ആയിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി. അങ്ങോട്ടേക്ക് പോവാം. നമ്മളവൻ്റെ വീട്ടിൻ്റെ ഏകദേശം അടുത്തെത്തി. ഞാൻ കൊണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. നിങ്ങൾക്കറിയാം നമ്മുടെ സ്വന്തം ചങ്ങായിന്റെ സർപ്രൈസ് ആയിട്ട് പറയുന്നില്ല, വീടെ വന്ന് കുറേ ഇരിക്കുന്നു. അപ്പൊ എന്നിട്ട് വീട്ടിൽ സർപ്രൈസ് ആയിട്ട് പോയതാണ്. ഞാൻ ഇവർക്ക് നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർക്ക് സർപ്രൈസ് കുറേ സമയം വന്നിട്ട് അതിനെ കുറിച്ച് നമ്മളെ ചങ്ങായിയാണ്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ചിട്ട്, പിന്നെ ഇപ്പൊ എല്ലാം പണ്ടേ ഒപ്പരമുള്ള ചങ്ങായി മീത്ത് വീട്ടിൽ വന്നിട്ടുണ്ട്. അവന്റെ ബുക്ക് അന്നേരം കിട്ടിയില്ല, അവനിപ്പം അന്നേരം ബുക്ക് ഇവിടെ കൊണ്ടു തന്നു. അവ രുചിയിടങ്ങൾ അടിപൊളി. അന്നേരം എഴുത്തിന്റെ പരിപാടിയാണ്, നാടകവും പരിപാടിയെല്ലാം നീത്തിന്റെ നാടകവും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമ്മളിങ്ങനെ പറയലേ, നീത്തിന്റെ നാടകവും കാര്യങ്ങളും കണ്ടിട്ടാണ് ഈ ഒരു താല്പര്യവും കാര്യങ്ങളും നമുക്ക് നിജിത്ത് നിതീഷ് ഇങ്ങനെ നമ്മളും ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള ഇങ്ങനെ വന്നേ. അപ്പൊ നീത്ത് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത് സർപ്രൈസ് നിങ്ങൾ കാണുന്നവർക്ക് മാത്രം സർപ്രൈസ്. ഇവരൊക്കെ നമ്മളെ സ്റ്റാറാണ് കേട്ടോ. നമ്മളെല്ലാം മോളുടെ മെയിൻ ഇവന്റെ വീഡിയോ കാണാത്ത ദിവസമില്ല. എല്ലാരും കണ്ടതാ. നമ്മളെ കവി ഇവിടെ ഉണ്ട്. കവിക്ക് 3ാമത്തെ മാസം അല്ലേ. അപ്പൊ എല്ലാരും ഇങ്ങനെ കുറച്ച് ക്ഷീണത്തിലൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല. അമ്മേലും ഉഷാരായിരിക്കുന്നുണ്ട്. ഇവനെ എപ്പം വിളിക്കും, പക്ഷെ വീട്ടിൽ വരുത്തില്ല. ഇന്ന് ആദ്യമായിട്ട് വന്നിന്. ഞാൻ ഒരു പ്രാവശ്യം അന്ന് വിളിച്ചിട്ടില്ല. നീ വരാന്ന് പറയും പേരില്ല. ഒന്നതിനെ പറ്റിയത് അമ്മമ്മേന്റെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടില്ലേ? അന്നേരം നീ അവിടെ കൂടുതൽ അതിന് ഏറ്റവും വലിയ ബന്ധം നമ്മൾ ആ ചെറുപ്പത്തിൽ കഴിഞ്ഞ അതൊരിക്കലും മറക്കാൻ കഴിയാത്തത്. 6ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോ പറയുമ്പോ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഞാനിപ്പോ ഇതുപോലെ പഠിക്കുന്നിടയ്ക്ക് ഞാൻ ഇപ്പം പോയിട്ട് എന്റെ ചങ്ങായിനെ കണ്ടിട്ട് വന്നിട്ടുണ്ട്. മോനെ ഞാൻ ഒരുമിച്ച് പഠിക്കുമ്പോൾ ആ ഒരു ഇത് മോനോട് ഞാൻ പറഞ്ഞു, എനക്ക് എന്റെ ഫ്രണ്ടിനെ കാണാണ്ട് പറ്റൂല മോനെ. കഴിഞ്ഞ കൊല്ലം ഞാൻ പോയിട്ട് തേടി പഠിച്ചിട്ട് പോയി. ഇതുപോലെ നമ്മളെ 5ാം ക്ലാസ്സിൽ വരെ 1 മുതൽ 5 വരെ പഠിച്ചേ. 5 വരെ ഞാൻ പോയിട്ടുള്ളൂ. അതുവരെ ഉള്ള കുട്ടികളെ ആ ഒരു ബന്ധം, ആ പഠിക്കുമ്പോഴുള്ള ആ ഒരു ബന്ധം ഉണ്ടല്ലോ മോനെ, അതൊരു ചങ്ങായി തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മള് അമ്മ എടിയും ഇങ്ങനെ കൂട്ടി പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നടക്കൂല സമയത്ത്. പക്ഷെങ്കില് നമുക്ക് നമ്മളെ യൂട്യൂബിൽ നമ്മൾ കുറെ യൂട്യൂബ് കുടുംബാംഗങ്ങളും വന്നപ്പോ നമുക്കൊരു ഓൾട്ടോ കാറിൽ അന്നേരം എടുക്കാൻ പറ്റി. അങ്ങനെ വണ്ടിയിൽ എടുത്ത സമയത്ത് അതെ വണ്ടിയില്ല ചെങ്ങൈന്റെ പെരുമാ. അപ്പൊ അമ്മ ഒരാഗ്രഹം പറഞ്ഞു, ഇങ്ങനെ അമ്മ പറഞ്ഞ നമുക്ക് പോയിട്ട് നമ്മൾ അമ്മേനെ സ്ഥലത്ത് ഞാൻ പോയി പശനക്കട മുത്തപ്പനടക്ക് എല്ലാ രാജ്യം പോയി. ഇപ്പൊ ഞാൻ 3ാമത്തെ ദിക്കിൽ ഇപ്പൊ ഞാനോ ഒരു ദിവസം വണ്ടിയും കൊണ്ട് ഒരു ദിവസം പോയി മക്കളെ കൂട്ടിയിട്ട് അങ്ങനെ കണ്ടു പോയി. പിന്നെ നമ്മളെ ചാനലിന്റെ ആദ്യത്തെ പേര് എന്ന് പറഞ്ഞാല് കണ്ണൂർക്കാരനും കന്നഡക്കാരിൽ നിന്നാണ്. അത് നിജിത്താന്ന് പറഞ്ഞ് ഇന്ന പേരിടണമെന്ന്. പക്ഷെ കുറെ ഇംഗ്ലീഷിൽ ഇങ്ങനെ വലിയ പേര് എഴുതി നോക്കുമ്പോഴേക്ക് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല. വെബ് സീരീസ് നമ്മൾ അതന്നെ ഒരു ഓർമ്മയില്ല കേട്ടാ. ഇവനൊരു നീ ഒരു എബ്ലോ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാനലിൽ ഇപ്പൊ വന്നൊരു വെച്ച് ആദ്യത്തെ വീഡിയോക്കിൽ ഇടലില്ല. അപ്പൊ നീത്ത് അങ്ങനെ വീട്ടിൽ വന്നിരിക്കുമെന്ന് സന്തോഷേടാ. നമുക്കല്ലേ സന്തോഷടാ. എനിക്ക് സന്തോഷമല്ല, ഇവര് സ്റ്റാറാ നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഇന്ത്യയിലെ സ്റ്റാർസാ. എന്തായാലും സന്തോഷം. ഇവരെ വീട്ടില് കയറി ഇരിക്കട്ടെ എന്തായാലും. അപ്പൊ ഇവരെ വീട്ടിൽ വന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ച് ഇവനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. കുറെ നാളായിട്ടുണ്ടല്ലോ ഇവര് വീഡിയോ ഓരോ പ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ എത്ര ഞാൻ നോക്കും, ആൾക്കാർ കൂടുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മളെ കോവിഡ് സമയത്തല്ലോ അല്ലേ വിഷു കുറേ ബുദ്ധിമുട്ടിക്കുന്നത്. ഞാൻ ഓർമ്മയുണ്ടായിരുന്നു മീനിന്റെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. മീനിന്റെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് നീ ഫുള്ള് വീഡിയോ തന്നെ ശ്രദ്ധിക്ക്, വേറെ ഒന്നും വേണ്ട. നീ പറഞ്ഞ് മീനിന്റെ സാധനം ചെയ്തിട്ട് വീഡിയോ എന്ന് പറഞ്ഞു. അങ്ങനെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് വെബ് സീരീസ് എടുത്ത് പിന്നെ യാത്ര പോയി കാശ്മീരിലൊക്കെ ആണല്ലേ. ഫ്രണ്ട് കൂടി വണ്ടി പോയി. അതിനുശേഷം എവിടെ വഴിത്തിരി വളർന്ന എവിടെയാ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ആയി തുടങ്ങിയപ്പോഴാ? ഞങ്ങള് ആദ്യം അങ്ങനെ പോയിട്ടൊന്നും അത്ര ഓടിയില്ല. ഞാൻ ബസ് ലാസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അന്നേരം നമ്മള് ഒരു ബസ്സിൽ പണി കിട്ടിയിട്ട്
പണിക്ക് പോകാൻ വേണ്ടിട്ട് അന്ന് പോകുമ്പോൾ കവി പറഞ്ഞ് ചേട്ടാ എന്തായാലും പോകുന്നില്ലേ നിങ്ങൾ പോകുന്നില്ല ഒന്ന് വീഡിയോ എടുത്തോ. അങ്ങനെ ആ ബസ് പോയ വീഡിയോ ആണ് അതാണ് ക്ലിക്ക് ആയത്. ബസ് പോയത് നമ്മളെപ്പോഴും നമ്മൾ ആ ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. ചോറ് കൊണ്ട് തരാൻ വരുന്നേ കവിയൊക്കെ ഇപ്പൊ ഭയങ്കര താരാട്ടോ ഇപ്പൊ ഹിറ്റാണ്. എല്ലാരും പറഞ്ഞത് ബിജുവിന് പറഞ്ഞു, ബിജു അല്ല കവിയാണ് പേര്. ആരാ പറഞ്ഞല്ല ചേച്ചി ആരും പറഞ്ഞു കവിയാണ് ഇതിന്റെ പവർ ഈ വീഡിയോ. അമ്മ പിന്നെ അമ്മ ഉണ്ടാകുമ്പോ ആ ഒരു ഫാമിലിന്റെ മൂഡ് മൊത്തം വരുന്ന അമ്മയും കൂടെ വരുമ്പോഴാണ്. പിന്നെ അതാ ഈ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്ന ആളെ നമ്മളിപ്പോ വീഡിയോയിലില്ല. ഇത് മെയിൻ ഒരു കഥാപാത്രം അല്ലേ? ഇവൻ ഡയറക്ടറാണ് ഈ പരിപാടിന്റെ മെയിൻ ഡയറക്ഷൻ. ഇടയ്ക്ക് ഇനി മിന്നി വരും അല്ലേ? നമുക്ക് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റും. അതെ തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. ഇവിടെ വന്നതിന് ഭയങ്കര സന്തോഷം കേട്ടാ. അപ്പൊ ഇവരെ നമ്മള് ദുബായിൽ ഒരു വലിയ തെയ്യം പരിപാടി വരുന്നുണ്ട്. ആ തെയ്യം പരിപാടിക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കാനാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നത്. വീഡിയോ വേണ്ടി വന്നതല്ല. അപ്പോൾ ആ തെയ്യത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി നമ്മള് ഇന്നേ വരെ അങ്ങനെ ഇന്റർനാഷണൽ അങ്ങനെ പോയിട്ടില്ല, പുറത്ത് പോയിട്ടില്ല. നമ്മുടെ നാട്ടിൽ വിമാനത്തിൽ കയറി നമ്മളൊരു ആഗ്രഹത്തിന് നമ്മള് മുംബൈയിലും എല്ലാം പോകുമ്പോൾ കയറി, പക്ഷെ പുറത്ത് പോയിട്ടില്ല. അത് നീത്തിന്റെ കൂടെ പോകുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ റഷീദ് കുറയോട്ടെ പറയുന്നത്. അപ്പൊ റഷീദ് റഷീദ് പറയും എന്റെ പുരം വരെ അല്ലേ? അപ്പൊ എന്തായാലും നീത്ത് വിളിക്കണ്ടേ രണ്ടാള് റഷീദ്. അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് ഉഷാറാക്കണം. നല്ല കുറെ നമുക്ക് അവിടെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ വീഡിയോ ഒക്കെ ചെയ്യണം. കവി വേണം, മോനും വേണം, അമ്മ എന്തായാലും പരിപാടിക്കണ്ട മാറ്റി വെച്ചോ. ഡേറ്റ് ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രവാസികളായിട്ടുള്ള ഒരുപാട് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അതേപോലെ ബിജുവിന്റെ മെയിൻ ഫാൻസ് മൊത്തം കിടക്കുന്നത് നമ്മുടെ ദുബായിലും. എനിക്കൊന്ന് ദുബായ് മാത്രമല്ല ഓൾ ഓവർ വേൾഡിലാണ് ശരിക്കും. എനിക്കൊന്ന് ഇന്ത്യക്കാരുടെ യൂട്യൂബ് കുടുംബാംഗങ്ങൾ കുറേ ആൾക്കാർ എപ്പം ബിജുവിനെ പറ്റി കാണുമ്പോൾ എല്ലാം ഞാൻ പറയും, അഭിമാനത്തോട് പറയും എന്റെ ചങ്ങയാന്ന്. നിന്റെ കയ്യ ഞാൻ ആടെ എന്റെ സ്കൂളിൽ പഠിച്ച നമ്മൾ ഒരുമിച്ച് ചങ്ങയെന്നാലും ആൾ പറയും നിന്റെ കയ്യ എന്നോട് ചോദിക്കും. അതാണ് ബന്ധം. അപ്പൊ നമുക്ക് സന്തോഷമല്ല, അപ്പൊ അഭിമാനം. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിലല്ല ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തകർച്ച വന്നാൽ ഭയങ്കര ആഘോഷിക്കും കൂടെ ഉണ്ടാവും. നമ്മൾ നല്ലൊരു സംഭവം വന്നാലോ എല്ലാവരും തിരിച്ച് അമ്പലത്തേക്ക് വരും അല്ലെ? അന്ന് കുറ്റം പറഞ്ഞ ആൾക്കാരടക്കം തിരിച്ചു വന്ന് നമ്മൾ അങ്ങനെയാണ്. നല്ല കാലത്ത് എല്ലാവരും വന്ന് കൂടും അല്ലേ? മോശം കാലം വരുമ്പോൾ ഒരാളുണ്ടാവും. അപ്പൊ ബിജു വീഡിയോയിൽ എന്നും ഉഷാറായി പോട്ടെ, നമ്മൾ ലോകം മുഴുവൻ അറിയട്ടെ. ഇപ്പൊ ഇവനെ എനിക്കൊന്നല്ലേ യൂട്യൂബിന്റെ ഒരു വലിയൊരു പരിപാടിയിൽ ഇവനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ. എന്നോട് വന്നപാടെ അതാ പറഞ്ഞത്. ഭയങ്കര സന്തോഷമായി. ഇവർ ഈ ഡൽഹിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ഫോളോവർ അല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ചാനലിൽ ഫോളോവർ ഉള്ള വ്യക്തിഗത ചാനലിന്റെ ഉടമയാണ് നമ്മൾ ഈ കുടുംബം. അപ്പൊ ഇവരുടെ ആ ഒരു യാത്രക്ക് നമ്മൾ എല്ലാവരും ആശംസ നേരുകയാണ്. ആ പരിപാടിക്ക് പക്ഷേ ഞാൻ ചോദിച്ച ഡേറ്റ് വെച്ച് അറിയാം. പറ്റുവാണെങ്കിൽ ഞാൻ പരിപാടി പങ്കെടുക്കാനും ശ്രമിക്കോട്ടാ. അവിടെ 5-ാം തീയതി ഡൽഹിയിലല്ലേ? പറ്റുവാണെങ്കിൽ ഡൽഹിയിൽ വെച്ച് ഞങ്ങൾക്ക് പരിപാടി പറ്റാൻ കാണാൻ വന്ന് കാണും. എന്തായാലും നമുക്ക് അഭിമാനം തന്നെയാണത്. ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിക്കാം അല്ലേ? എന്തായാലും ഭയങ്കര സന്തോഷം. നമ്മളിങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഈ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ഔപചാരികമായി സംസാരിക്കുന്നത്. നമ്മള് ചാച്ച ബീച്ച് വർത്താനം പറയുന്നത് പറഞ്ഞതാണ്. ചെട്ടി മറിച്ച് അളവ് വർത്താനം പറഞ്ഞ ടീമാണ്. വീഡിയോ കുറച്ച് സ്റ്റാൻഡേർഡ് കാണുന്നവരിക്കില്ലേ? നമ്മളന്ന് സ്കൂളിൽ ഇനി അപ്പം പറയില്ലേ നമ്മൾ സ്കൂളിൽ നാടകം. ഞാൻ നിതീഷ് ഉണ്ട്. നമ്മൾ നിതീഷ് മുത്തച്ഛനെ വിളിക്കല്. എന്റെ വീട്ടിൽ ഇപ്പൊ എന്റെ വീട്ടിലെ എന്റെ അച്ഛനും നാടകമായിട്ടില്ലേ? ഇവര് നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി സ്കൂളിൽ കട്ടാക്കിയിട്ട് ഇവർക്ക് ലീവ് ഉണ്ട്, ഫ്രീ ഉണ്ട്. അതെ, പീരീഡ് ഫ്രീ കൊടുക്കും. ഇവരെ പോയിട്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇവരെ നാടകം ചെയ്യുന്ന റിഹേഴ്സൽ അടുക്കെല്ലാം പോയിട്ട് ഇങ്ങനെ നോക്കും. ടീം കൂട്ടി ചെയ്യില്ല. എനിക്കറിയില്ല ഇവരെ അഭിനയിക്കാൻ താല്പര്യം പറയണ്ടാ. പറയാനുള്ള വോയിസും ഇല്ല അന്നേരം. അങ്ങനല്ല, അന്നേരം അത്രയും നമ്മളൊരു സൈലന്റ് ആണ്. അന്നേരം നീ ശരിക്കും പറഞ്ഞാൽ ഇത്ര ആക്റ്റീവ് അല്ല. അധികം മിണ്ടൂല. ആഗ്രഹങ്ങൾ കഴിവുകൾ ഇവന്റെ ഉള്ളിലുണ്ട്. എന്നിട്ടും ഓന്റെ ആഗ്രഹങ്ങള് ഓനെ ഇവിടെ വെച്ച് നമ്മള് പവനൂർ സ്കൂളിൽ വെച്ചിട്ട് നാടകം അഭിനയിക്കാനുള്ള പോലുണ്ട്. ഞാൻ പവനൂർ നാടകത്തിൽ വെച്ചിട്ട് എന്നിട്ട് നിന്റെ ആടുന്ന നാടകം കണ്ട പോലെ ഞാൻ എന്താക്കിന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മനസ്സിലായില്ലേ ഇവിടെ നാടകം കളിക്കും. ഏരിയല്ല അവിടെ നാടകം കളിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ജെല്ല് പിടിച്ചിട്ട് എപ്പോ നോക്കിക്കും. ഇവിടുന്ന് നമുക്ക് ചാൻസ് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അവരൊരിക്കൽ ചെറിയ റോള് തന്നെ എനിക്ക്. അപ്പൊ ഞാൻ കരുതിയെന്ന് വെച്ചാൽ നാടകത്തിലാണ് ഈ റോള് തന്നെയെന്ന് കരുതിയത്. അത് ഈ നാടകത്തിൽ നടക്കുന്ന സമയത്ത് ഒരാൾ വേണ്ടേ, ഒരു നടൻ വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഞാനവിടെ അന്നെ എത്തിച്ചത്. ഞാൻ അന്നൊരു നാടകം നടക്കുന്നതെന്ന് വെച്ചിട്ട് ഈ ഇട്ടിക്ക നാടകം കളിക്കുന്നത്. അപ്പൊ അന്ന് എല്ലാവരും ഇത് പൂട്ടിക്കെട്ടി. ഞാൻ 4 മണിക്ക് നാടക റിഹേഴ്സലിൽ പോയി നോക്കുമ്പോഴേക്ക് ഇവരെല്ലാം പൂട്ടിക്കെട്ടിട്ട് നാടകത്തിന് പോയി ഇരുട്ടിക്ക്. അപ്പൊ തലേന്ന് പറഞ്ഞ് ഇരുട്ടിക്ക നാടകം കളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടാ എന്റെ റോള് ഞാനിത് എടുത്തോണ്ട് പോയിട്ടില്ലെങ്കിൽ ഞാൻ ഓടി. ഞാൻ ഇരുട്ടി ബസ്സിലെല്ലാം കയറിയിട്ട് ഇരുട്ടിക്ക് എത്തുമ്പോ ലേറ്റ് ആയി. 5 മണിക്കാണ് നാടകം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചാൽ 5 മണിക്ക് നാടകം എന്ന് പറയുന്നതായിട്ട് തോന്നുന്നു. അതാ ഞാൻ 6 മണി അങ്ങനെ. പക്ഷെ നാടകം തുടങ്ങിയില്ല. 1-2 നാടകം മുന്നിലുണ്ടായിരുന്നു. ഞാൻ എന്റെ മാഷോട് തൊട്ട് വരും. പക്ഷെ പറയുമ്പോൾ
അല്ല നീ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു. മാഷ മരിച്ചുപോയി, മാഷ് ചന്ദ്ര മാഷ. അപ്പൊ ഞാൻ പറഞ്ഞു മാഷ എന്റെ റോൾ ഉണ്ടല്ലോ, എടാ അത് ഇല്ലേ കുഴപ്പമില്ല, അത് നമ്മൾ ആടുന്ന ഇങ്ങനെ എനിക്കത് ശരിക്കില്ലേ ഫീലായി. പക്ഷെ ഞാൻ ഒരു കുഴപ്പമില്ല മാഷക്കില്ലേ. ഞാൻ അവിടെ വന്നത് മാഷക്ക് ഭയങ്കര ഇഷ്ടമായി. മാഷ് പറഞ്ഞ് അതാണ് നമ്മൾക്ക് താല്പര്യമുള്ള ആള്. മാഷ അടുത്ത നാടകത്തില് 4 ആള് അഭിനയിക്കുന്ന നാടകത്തിൽ ഒരാളെ എന്നെ പിന്നെ നമ്മള് നാടകത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ് മോനെ ഈ വീഡിയോ ഒക്കെ തുടങ്ങാനുള്ള ഒരു ഉത്സാഹം. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇവന് ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ അടുത്ത് നീ ഒരു വീഡിയോ ഇപ്പോൾ ഓരോ വീഡിയോ ഇവൻ നല്ല രീതിയിൽ ആ പ്ലാൻ ചെയ്ത് ആ ഒരു കോൺസെപ്റ്റ് പല ഇവന്റെ നമ്മൾ കുറെ വീഡിയോ കാണുമ്പോൾ ഇവന്റെ വീഡിയോ കണ്ട ഒരു മെസ്സേജ് ഉണ്ടാവും. എല്ലാ വീഡിയോയിലും ഒരു മെസ്സേജ് ഉണ്ടാവില്ല. ഷോർട്സിലൊക്കെ ഞാൻ പണ്ടേ അടുത്ത് പറയലുണ്ട്, നമ്മളെന്ത് ചെറിയ സാധനം ഉള്ളിലുള്ള സംഭവം പുറത്തേക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം ആൾക്കാർക്ക് ഇൻസ്പയർ ആണ്. അപ്പൊ അതങ്ങനെ എന്തെങ്കിലും ഒരു നന്മ അതിനെ തീർന്നുണ്ട് അപ്പം വിചാരിക്കലുണ്ട്. പരമാവധി ചെയ്യലുണ്ട് ചില സമയത്ത്. പക്ഷെ എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട് എല്ലാ വീഡിയോകളും. നെഗറ്റീവ് കമന്റ്സ് ഒന്നും വളരെ കുറവല്ല. കാരണം നമ്മൾ പല വീഡിയോ ഇടുമ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ പല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിരിക്കും, അതിൽ എന്തെങ്കിലും പ്രശ്നമുള്ള നെഗറ്റീവ് വരും. പക്ഷെ എല്ലാ വീഡിയോ എല്ലാ സ്നേഹത്തോടെ അവർ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സന്തോഷം കേട്ടാ നീ വന്നേല്. മോളി ഒരുപാട് സന്തോഷമായി കണ്ടു. അമ്മേനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നേരിട്ട് അന്നേ മുന്നേ വരണ്ടേന്ന് കുറെ മുമ്പ് വരണ്ടേന്ന്. അന്ന് അമ്മമ്മേന്റെ ബർത്ത്ഡേക്ക് വിളിച്ചില്ലേ, അന്നും പറ്റിയില്ല. ഇന്നാലും കൂടിയ പക്ഷെ ഇന്നിപ്പോ നാളെ പറഞ്ഞ ദിവസം നീ നാളെ തിരക്കായിട്ടോ. അമ്മമ്മക്ക് 103 വയസ്സായി. എന്നെ ചെവി കേൾക്കൂല. 103 വയസ്സായി, ചെവി കേൾക്കൂല. പക്ഷെ എന്നെ കണ്ടാ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ടേ ഞാൻ അമ്മേനെ കൂടെ നിന്നത്. ഉമ്മയിൽ പൊക്കും എപ്പോഴും എന്നെ കാണാൻ ഓർമ്മ ശക്തിയിലുണ്ടാ നല്ല ഓർമ്മ. ഞാൻ കുഞ്ഞായപ്പോ സ്കൂൾ നമ്മൾ സ്കൂൾ കാലഘട്ടം അമ്മ ഇപ്പൊ ചോദിച്ചാൽ പറയും ഭയങ്കര മെമ്മറി. ഓർമ്മകൾ കൊണ്ട് പക്ഷെ നമ്മളെ ജീവിതത്തിലുണ്ടല്ലോ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ആഗ്രഹിച്ചാല് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ സാധിക്കുന്നുള്ളത് നീ തെളിയിച്ചില്ല. സത്യം, അത് സത്യമാണ്. അത് എനിക്ക് ഒന്നും പറയാനില്ല. നീ അത് സക്സസ് ആക്കി എടുത്തില്ല കേട്ടോ. അത് ഒറ്റ ആ ഒരു നമ്മൾ ചെയ്യണം, അടുത്ത വീഡിയോ ചെയ്യണം അല്ലേ. ഇപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നിപ്പോ നീറ്റ് വരുന്ന സമയത്തില്ലേ ഞാൻ ഇവരെ കൂട്ടി ഓടിപ്പോയി വീഡിയോ എടുത്തിട്ട് വന്നു. ഞാനിവിടെ വരുന്ന സമയത്ത് വേറെ വീഡിയോ ഷൂട്ട് ഞാൻ എന്റെ വണ്ടി ഇവരുടെ ആ ഒരു സ്ക്രീൻ എന്താ പറയാ നിങ്ങളുടെ ആ ഒരു ലൊക്കേഷനുള്ള എന്റെ വണ്ടി കയറിയ ഞാൻ വൈദ്യുതി അവിടെ താഴെ വന്നു വിളിച്ചില്ലേ താവട്ടവേ ഇവരുടെ അടുത്തേക്ക്. അപ്പോ അങ്ങനെ ഒരു സന്തോഷമുള്ളൊരു നിമിഷം. പിന്നെ നമ്മളെ കുറെ സുഹൃത്തുക്കൾക്ക് ചിലപ്പോ നീത്തിനെ അറിയിക്കില്ല വെച്ചാല് കാണുന്നില്ല നാട്ടിലില്ലല്ലോ. ഞാനും നീത്തുമായിട്ട് എപ്പം കോണ്ടാക്ട് ചെയ്തു ഭയങ്കരമായിട്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഉഷാറാട്ടെ. ഇവരൊക്കെ നല്ല ഭാവിയിൽ നല്ല മിടുക്കനായിട്ട് നല്ലൊരു സിംഹകാരായി മാറേണ്ട കേട്ടോ. ആവട്ടെ മിടുക്കനാ, നല്ല മോനാണ്. പുസ്തകമൊന്നുമില്ലല്ലോ, പുസ്തകം നമ്മളെ സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾക്കുള്ള സന്തോഷം പോലെ നമ്മളെ കുടുംബത്തിലേക്ക് ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര കുഞ്ഞുമാവയും കൂടി വരട്ടെ. അതല്ല അത് ഉഷാറാവട്ടെ. എല്ലാം നല്ല പ്രാർത്ഥിക്കാം, എല്ലാം നല്ല വരട്ടെ കേട്ടാ. എന്തായാലും സന്തോഷം.